ഹലോ ഗൈസ്, ഇന്ന് റിലീസായ തമിഴ് സിനിമ ഗരുഡൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ കാണാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റൈറ്റർ വെട്രിമാനാണ് എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ദുരൈ സെന്തിൽകുമാറും ഇതിന്റെ റൈറ്ററുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത്. പിന്നെ മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത് യുവശങ്കർ രാജയാണ്. പെർഫോം ചെയ്തേക്കുന്നവരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സൂരി, ശശികുമാർ, പിന്നെ അതേപോലെ ഉണ്ണിമുകുന്ദൻ, സമുദ്രക്കനി തുടങ്ങിയ ആൾക്കാരാണ്. അതല്ലാണ്ട് പെർഫോം ചെയ്തവരും എല്ലാവരും, അതായത് ഇതിനകത്ത് വന്നിട്ട് പോയ ഒരു കുഞ്ഞടക്കം എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇത് കുറച്ച് ഓവറായി പോലും അങ്ങനെ ഒന്നും തോന്നിക്കുന്ന ഒരു ചെറിയ ഒരു ക്യാരക്ടർ പോലും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്റെ പോലെ ഒരു സാധനമാണ്. കുറെ ചില സീൻസിലൊക്കെ ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കര ഗൂസ്ബംസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സൂര്യ അന്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി ആവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, മ്യൂസിക് ആവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, ഈ സിനിമയിൽ ഇതിന്റെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും എനിക്ക് ഈ സിനിമ ഒരു പെർഫെക്റ്റ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. കാര്യം ഒന്നും ഒരു രീതിയിലും ഒരു കുറവ് പറയാനില്ലാത്ത എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അടിപൊളി നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എനിക്കിത് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആണ്. സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അത് സെക്കൻഡ് ഹാഫ് ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ, ഈ സിനിമ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇല്ല, വളരെ സ്ക്രീൻസ് കുറവാണ്. ഉള്ളിടത്ത് പോയി കാണാൻ പറ്റും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കോ. ബൈ.